പല വിധത്തിലുള്ളതായ മരണത്തെക്കുറിച്ച് നമുക്ക് കേട്ടുകേൾവിയുള്ളതാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പല വിധത്തിലുള്ളതായ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയത്തക്ക ഒരു കൊലപാതകമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവെഴുത്തുകളിൽ നിന്ന് നാം വായിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 18-ാമത് വചനത്തില് ഇങ്ങനെ പറയുന്നു: എന്നാൽ അവർ, വരുവീൻ, നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല. വരുവീൻ, നാം അവനെ നാവുകൊണ്ട് കൊന്നുകളക, അവന്റെ വാക്ക് ഒന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. ഇന്ന് അനേകം പേർക്ക് ആത്മീയ മണ്ഡലത്തിലും ഭൗമിക മണ്ഡലത്തിലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ വരുന്നത് നാവിന്റെ തെറ്റായ പ്രയോഗങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. നാവിന്റെ ദുരുപയോഗം ദൈവകൃപ തടസ്സപ്പെടുത്തുന്നുവെന്ന് നാം മനസ്സിലാക്കണം. നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്ന ഈ പാപം ദൈവസന്നിധിയിൽ വലിയ പാപമായിട്ടാണ് കണക്കാക്കപ്പെടുക. വാൾ കൊണ്ട് വീഴുന്നവരെക്കാൾ അനേകരാണ് നാവ് കൊണ്ട് വീഴുന്നവരുടെ എണ്ണം എന്ന് നമുക്കറിയാം. വടി കൊണ്ടടിച്ചാൽ അവിടെ മുറിവുണ്ടാകാം, എന്നാൽ നാവ് കൊണ്ടടിച്ചാൽ അസ്ഥികൾ തകരും എന്ന് നാം മനസ്സിലാക്കുന്നു. നാവിന്റെ തെറ്റായ ഉപയോഗങ്ങൾ എത്രയെത്ര ജീവിതങ്ങളെയാണ് തകർത്ത് കളഞ്ഞിട്ടുള്ളത്. നാവെന്ന തീയാൽ എത്ര കുടുംബങ്ങളാണ് കത്തിയെരിഞ്ഞ് നാമാവിശേഷമായിട്ടുള്ളത്. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 12-13 വചനങ്ങൾ. ഒരു മനുഷ്യന്റെ ആത്മീയതയെ ഉരച്ചു നോക്കുന്ന നാഴികക്കല്ലാണ് നാവെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സംസാരം നാം ശ്രദ്ധിച്ചാൽ കൃപ നിറഞ്ഞ വ്യക്തിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. കാരണം അവരുടെ വായിൽ നിന്നും അരുതാത്തത് ഒന്നും വരികയില്ല. ആരെയും നിസ്സാരപ്പെടുത്തി അവർ സംസാരിക്കുകയില്ല. അവർ ആരെയും പരിഹസിക്കുകയോ പരദൂഷണം പറയുകയോ ചെയ്യുകയില്ല. മാത്രമല്ല, അവർ ആരുടെയും പരദൂഷണം കേൾക്കുവാൻ കാതോർക്കുകയും ഇല്ല. അവർ ദോഷം പറയാതെ അധരങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. നാവ് ശരീരത്തിലെ ചെറിയ അവയവമാണെങ്കിലും തെറ്റായ നാവിന്റെ ഉപയോഗം കൊണ്ട് വരുന്ന വിനകളെക്കുറിച്ചും മറ്റും പ്രതിപാദിക്കുവാൻ യാക്കോബ് ഒരു അധ്യായം തന്നെ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ പ്രേരണ സിദ്ധിച്ചുകൊണ്ട് യാക്കോബ് എഴുതിയ അധ്യായമാണ് യാക്കോബിന്റെ 3-ാമത്തെ അധ്യായം. ഈ അധ്യായം നാം എപ്പോഴും വായിക്കുന്നത് നന്നായിരിക്കും. നാവിനെ തീ എന്നാണ് യാക്കോബ് പറയുന്നത്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു. യാക്കോബ് 3-5-6 വചനങ്ങൾ. നരകത്തിൽ കാണുന്നതാണ് തീയ്. നാവ് തീയായി കുടുംബങ്ങളെയും സഭയെയും സമൂഹത്തെയും നരകതുല്യമാക്കുന്നു. ഈ തീ കത്തിക്കുന്നത് നരകത്തിന്റെ അവകാശിയായ സാത്താനാണ്. ആർക്കും മെരുക്കാവുന്നതല്ലാത്ത മരണകരമായ വിഷം നിറഞ്ഞ അവയവമാണ് നാവെന്ന് യാക്കോബ് പറയുന്നു. ഈ നാവിനെ നമുക്ക് സ്വയമായി അടക്കുവാൻ സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടിയേ തീരൂ. കുറ്റം പറയുന്നതും കുറ്റം കേൾക്കുന്നതും വലിയ പാപമാണ്. നാം വളരെ നിസ്സാരമായി കാണുന്ന ഈ പാപം നമ്മുടെ ആത്മീയതയെ തകർത്ത് കളയുമെന്ന് മറന്നു പോകരുത്.
നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം അത്രേ. യാക്കോബ് 1:26. സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം മറ്റുള്ളവരെ മുറിപ്പെടുത്തുമോ എന്ന് നാം ചിന്തിക്കണം. പരിഹാസികളുടെ കൂട്ടത്തിൽ നാം കൂടരുത്. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കിൽ നിന്ന് കേട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:22. വായ കൊണ്ട് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് മരണകരമായ പാപമായി തന്നെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. നിസ്സാരമായി കാണുന്ന ഈ പാപം നിത്യനാശത്തിലേക്ക് വഴി തെളിക്കും. പൗലോസ് അപ്പോസ്തലൻ നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:29-30 വചനങ്ങൾ. ചീത്ത വാക്കുകൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. നമ്മുടെ പ്രാർത്ഥനയും വചനവും നീക്കിക്കളയും. അതിനാൽ ദാവീദിനെ പോലെ നമുക്കും തീരുമാനങ്ങൾ എടുക്കാം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. 39-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. 120-ാം സങ്കീർത്തനം 2-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.